സ്റ്റാലിയൻസ് ക്യാപ്റ്റൻ അരുൺ, നമ്മുടെ സ്മാക്കേഴ്സിന്റെ ക്യാപ്റ്റനായ ഷിജോനെ കുറിച്ച് എന്താ അഭിപ്രായം? ഷിജോയെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ക്യാപ്റ്റൻ ആയത് അവന്റെ ഭാഗ്യം കൊണ്ട്, കളിക്കാൻ അറിയാത്തവന് ക്യാപ്റ്റൻ ആവുന്നു. അത് ഇന്ത്യൻ ടീമിനെ പോലെ ഒരു സംഭവം സംഭവിച്ചു. കളിക്കാൻ അറിയത്തില്ല, പന്തെറിയുമ്പോൾ കൈമടക്കി എറിയുക, എന്നിട്ട് ഔട്ടായി ഇറങ്ങിയപ്പോൾ ചെറ്റത്തരം എന്നതാണ് അദ്ദേഹത്തിന്റെ മെയിൻ. അവനെ ഒരു ക്യാപ്റ്റനായി കണ്ടാൽ മറ്റ് പ്ലേയേഴ്സും അത് കണ്ട് പഠിക്കും. ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയെ ക്യാപ്റ്റൻ ആക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങൾ സ്റ്റാലിയൻസ് ഈ ലീഗ് ഈ ബെസ്റ്റ് ഓഫ് 3 ഇത് ജയിക്കുമോ? ജയിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിജയം ഞങ്ങൾക്ക് എപ്പോഴും പുത്തിരിയല്ല. ഞങ്ങൾ എല്ലാ കളികളും ജയിച്ച പരിചയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതെ, ഞങ്ങൾ ആദ്യം ഈ ലീഗ് മാച്ചസ് പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കാൻ വേണ്ടി 1-2 കളികൾ വിട്ടുകൊടുക്കാറുണ്ട്. ആ സംഭവിച്ചു. ഇപ്പോൾ ഇനി അടുത്ത വെള്ളിയാഴ്ച മുതൽ സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും ശരിയായ ടീം ഉണ്ടെങ്കിൽ അത് കളയായി. നമ്മുടെ സ്റ്റാലിയൻസ് ക്യാപ്റ്റനെ കുറിച്ച് എന്താണ്? അരുൺ ആക്ച്വലി നല്ല പ്ലെയറാണ്, പക്ഷേ നല്ല പ്ലെയറാണ്, നല്ല ഫീൽഡറാണ്, നല്ല ബോളറാണ്, പിന്നെ ബാറ്റിംഗ് ആവറേജാണ്. പക്ഷേ അവൻ ഒരു കൊച്ചുകുട്ടിയാണ്. അവൻ്റെ ഫീൽഡിലെ പ്രകൃതം വെറും കുട്ടികളുടെ പോലെയാണ്. അവന്റെ പ്രായത്തിനെയാണോ പറയുന്നത് അതോ അവന്റെ ക്യാരക്ടറിനെ? അവന്റെ ക്യാരക്ടർ, ബേസിക്കലി അവന്റെ ക്യാരക്ടർ എന്താ പറയണേ, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരാൾ കാണാൻ പറ്റില്ല. വെറും 10-30 വയസ്സുണ്ടെങ്കിലും പിള്ളേരുടെ സ്വഭാവമാണ്. അങ്ങനത്തെ വാശികളാണ്, വെറും വാശികളാണ്. നിങ്ങളുടെ സ്മാക്കേഴ്സ് ഈ ലീഗ് ജയിക്കുവോ, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു സംശയമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ടീം തിരഞ്ഞെടുത്തത്. ഞങ്ങൾ അതിനനുസരിച്ച് കളിക്കുന്നുണ്ട്. എല്ലാവരും, ഒരാൾ മാത്രമല്ല, ഇപ്പോൾ TP കൊച്ചു അങ്ങനെ ഓരോരുത്തരും മാത്രമല്ല ഇതിൽ കളിക്കുന്നത്. എല്ലാവരും ഒരു ടീമായിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. മറ്റ് അവരുടെ ടീമിലെ പോലെ ഓരോ ഇൻഡിവിജ്വലിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾ കളി ജയിക്കാൻ വേണ്ടി തന്നെയാണ് ജയിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ഷിജോ, താങ്ക് യു. മിസ്റ്റർ സന്ദീപ്, നിങ്ങൾ സ്റ്റാലിയൻസ് 4-2 പുറകിലാണ് ഇപ്പോൾ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് മുമ്പോട്ട് അധികം പ്രതീക്ഷയുണ്ടോ, അതോ എന്താണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള ഒരു കാഴ്ചപ്പാട്? ഇതിപ്പോ അങ്ങനെ പറയാനായിട്ട് ഇതിപ്പോ ഒന്നും ആയില്ലല്ലോ. ഇതിപ്പോ ഇനി കിടക്കുകയല്ലേ കളി. ഇനിയിപ്പോ ഇത് സത്യം വരുന്ന ഈ ടൂർണമെന്റ് തന്നെ നമ്മൾ ഇത് ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണ്. ജയിച്ചിരിക്കും, പിന്നെ ഇതിനകത്ത് എന്തും പ്രതീക്ഷിക്കാം. എന്ത് വഴിയും ഉപയോഗിക്കും, ജയിച്ചിരിക്കും. അതിനകത്ത് വേറെ ഒന്നുമില്ല. കലാസ് എന്ത് വഴിയും എന്ന് ഉദ്ദേശിച്ചത്, എന്ത് വഴിയെന്ന് ഉദ്ദേശിച്ചാൽ കള്ളമോ ചതിയോ ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾ പല ടാക്ടിക്സ് ഇതുവരെ പല 2-3 പ്ലേയേഴ്സിന് ഇഞ്ചേർഡ് പ്ലേയേഴ്സ് ഉണ്ട്, അവരെല്ലാം വരുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ 2-3 കളി ജയിച്ചു. പക്ഷെ അത് വലിയ കാര്യമൊന്നുമല്ല. എനിവേ നമുക്ക് വി വിൽ സീ. താങ്ക് യു. एक बार जो मैंने कमिटमेंट कर दी तो फिर मैं अपने आप की भी नहीं सुनता. पहचाना अपने अपने फंडे होते हैं. मैं औरतों और बच्चों को नहीं मारता. सुअर हमेशा ग्रुप में शिकार करता है और शेर अकेले. बेटा, एक गुटखा खाने का इतना शौक है तो एक काम कर, एक दोस्त और बना, कांधा देने के काम आ गया.
तो लड़की के पीछे भागेगा, लड़की पैसा लेके भागी, तो पैसे के पीछे भागेगा, लड़की तेरे पीछे भागेगी। शुरू उन्होंने किया है, खत्म मैं करूंगा। Wanted.